ഒരു കാരണം കൂടാതെ റമളാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ. ഒരു വർഷം നോമ്പനുഷ്ഠിച്ചതിന് പകരമായി അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തുർമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ. വസ്സൗമുലി എന്നാണ് റബ്ബ് പറഞ്ഞത്. അതുതന്നെ മതി എന്തു ശ്രേഷ്ഠതയാണത്. റമളാന്റെ എല്ലാ രാവിലും ഇത്ഖുള്ളതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. റബ്ബോടൊരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. തുബറാനി ബൈഹഖി രണ്ടുപേരും ഒത്തതാ. നോമ്പുള്ളവൻ്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമളാനിലൊരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർദിൻ്റെ ഫലമാ പൊന്നേ. ഫറളൊന്നു ചെയ്താൽ മറ്റു മാസമിൽ 70, ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. ഏറ്റുന്നതാണെന്നുണ്ട് റിസ്ഖാ മാസമിൽ, പൊറുക്കപ്പെടും ഈ നോമ്പ് മുറിപ്പിക്കുന്നതിൽ. നോമ്പിൻ്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും, അപ്പോൾ പരിമണം വീശുന്നേ. കസ്തൂരിയേക്കാൾ അത്യബാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. നിരത്തപ്പെടും അവർക്കൊക്കെയും തീന്മേശകൾ, കൂടാതെ നൽകുന്നുണ്ടവർക്ക് ബരീക്കുകൾ. പറയപ്പെടും അവരോട്, നിങ്ങൾ തിന്നുവിൻ, വിശക്കേണ്ട ദാഹിക്കേണ്ടതില്ല കുടിക്കുവിൻ. പരിശുദ്ധ മാസം നാസ് വയറു നിറച്ചതാ, നിങ്ങൾ വിശപ്പ് സഹിച്ച് നോമ്പു പിടിച്ചതാ. അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ കരയുന്നതാ. ദാഹിച്ച തൊണ്ട വരണ്ടതായി പൊരിയുന്നതാ. ക്ലേശങ്ങളൊന്നും ഇന്ന് നിങ്ങൾക്കില്ല, വിശ്രമിക്കുവിൻ, നിങ്ങൾക്കൊരല്ലലുമില്ല. അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. മറ്റുള്ളവർ കൊല്ലും ഹിസാബിൽ പെട്ടതാ, ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ. രക്ഷിക്കണേ നീ അന്ന് യാ റഹ്മാനേ, അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോനേ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നെ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. ഇബ്നു മസ്ഊദ് റിവായത്തുള്ളതാ. അർശിന്റെ കീഴിലും നിന്ന് റമളാന്റെ അവ്വലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന ഹദീസ് അതിൽ. സ്വർഗത്തിൽ ഇലകൾ മുഴുവനും ചലിക്കുന്നതാ. ഹൂറുൽ ഹിസാൻ അത് കണ്ടുടൻ പറയുന്നതാ, യാ റബ്ബനാ നീ നോമ്പുകാരിൽ നിന്നും ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ എന്നെന്നും. ഒരു നാളെ റമളാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിൻ്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ പറയും, ഇലാഹദിനോട് ആരോ നിന്നുടെ ഹക്കൊക്കെയും പാലിച്ചു, എന്നാൽ അവരുടെ കൈ നീ പിടിച്ചും കൊണ്ട് വന്നോ ഇന്ന്. തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് ചോദിക്കും അപ്പോൾ റബ്ബ് റമളാനോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട്. തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ, കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ. ഫിർദൗസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ, ഹൂറുൽ ഹിസാനെയും 1000 നീ നൽകണേ. നബിയുടെ ജമാറിലും അവനെ നീ ആക്കേണ്ടതാ. ഇവയൊക്കെയും വഴിപോൽ ഹദീസിൽ വന്നതാ.